ഈ ഒരു എക്സിൻ്റെ പിക്ചർ ചാറ്റ് GPT ഇട്ട് കൊടുത്തിട്ട് ഇതിൽ 12 മുട്ടയാണോ 13 മുട്ടയാണോ എന്ന് ചോദിക്കുന്നു എല്ലാവരും. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് 13 എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു ഇമേജിൽ 14 മുട്ടയാണുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും, ഇത്രയും ഡംപാണോ AI എന്ന്. ഞാൻ ഈ കാര്യം ജെമിനിയോട് ചോദിച്ചു, ക്ലോഡിനോട് ചോദിച്ചു, അങ്ങനത്തെ ഡിഫറെൻറ്റ് മോഡൽസിനോട് ചോദിച്ചിട്ടും 12 ആണോ 13 ആണോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും 13 ആണെന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് അല്ല AIയോട് ചോദിക്കുന്നത്. കാരണം അതിനെ ബയാസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 12 13 എന്നുള്ള ലിമിറ്റേഷനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൻസറാണ് AI പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റിംഗ് എപ്പോഴും ഇച്ചിരി ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള പ്രോംപ്റ്റിംഗ് ആണ് ബെറ്റർ. ഒരു പ്രോബ്ലം വന്നു, അതിന് നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ 2 സൊല്യൂഷൻസ് കൊടുത്ത് അതിൽ ബെറ്റർ സൊല്യൂഷനാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബയാസ് വലിയൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി ഓപ്പൺ എൻഡഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് തിങ്ക് ചെയ്തുകൊണ്ട് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ ശരിക്കുള്ള ഇമേജ് എടുത്ത് GPT കൊടുത്തിട്ട് ചോദിക്കുക ഇത് എത്ര മുട്ട ഉണ്ടെന്ന് ചോദിക്കുമ്പം എപ്പോഴും 14 മുട്ട എന്ന് തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ട്.